പലപ്പോഴും സിനിമയിലെ താരാരാധന എന്നൊക്കെ പറയുമ്പോൾ ആദ്യമാണെങ്കിൽ നാടകം താരാരാധനയൊക്കെ എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു പ്രേക്ഷകനെ തന്നെയാണ് ആരാധിക്കുന്നത്. അത് നാർസിസം എന്നാണ് അതിന് പറയുന്നത്. നാർസിസ്റ്റ് എന്നുള്ള പദമുണ്ടാകുന്നത് നാർസിസ് എന്ന് പറഞ്ഞ ഒരു യുവാവിൽ നിന്നാണ്. നാർസിസ് ഒരിക്കലും സ്വന്തം ശരീരം കണ്ണാടിയിൽ കണ്ടിട്ടുള്ള ആളല്ല. ഒരിക്കൽ തൻ്റെ നഗ്നരൂപം ഒരു കുളത്തിൽ അല്ലെങ്കിൽ ഒരു നദിയിൽ അദ്ദേഹം കാണുകയും തൻ്റെ രൂപത്തെ തന്നെ പ്രണയിച്ചുകൊണ്ട് ആ രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് ഭക്ഷണവും വേണ്ട പിന്നെ ഒന്നും വേണ്ട അങ്ങനെ സംസാരിച്ചുകൊണ്ട് അയാൾ മരിച്ചു പോകുന്നു. അപ്പോൾ അത്തരം ഒരു പ്രവണതയാണ് പൊതുവെ നാർസിസം എന്ന് പറയുന്നത്. തന്നെ പ്രണയിക്കറിയാം, താനറിയാതെ തന്നെ പ്രണയിക്കുക. അപ്പോൾ സിനിമയിലെ നായകനെ ആരാധിക്കുന്നതിലൂടെ അതിൽ പ്രണയത്തിൻ്റെ ഒരു അംശമുണ്ട്, ലൈംഗികതയുടെ ഒരു അംശമുണ്ട് എന്ന് തന്നെയാണ് സിനിമയുടെ മനഃശാസ്ത്ര തലത്തിലുള്ള എല്ലാ പഠനങ്ങളും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രേക്ഷകൻ നായികയുമായിട്ടോ നായകനുമായിട്ടോ തന്മയീഭവിക്കുകയും താൻ തന്നെയാണ് അയാൾ എന്ന് തോന്നലുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ നായകനെ ആരാധിക്കുന്നതിലൂടെ തന്നിലെ കുറേ അംശങ്ങൾ ആ നായകനിൽ അവർ കണ്ടെത്തും. തന്നെയാണ് പ്രണയിക്കുന്നത്. സിനിമ കണ്ടിറങ്ങിയിട്ട് ഒരുപക്ഷെ ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അത് ആ നായകൻ താൻ തന്നെയാണെന്ന് തോന്നൽ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു. അതായത് ഒരുതരം നാർസിസ്റ്റ് പ്രവണത. നമ്മൾ അയാളെ ആരാധിക്കുകയാണ്, നമ്മെ തന്നെ ആരാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലെ താരാരാധന നാർസിസമാണ് എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമസ്കാരം. അഥവാ ആത്മാരാധന ആണെന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമസ്കാരം.